ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 1 ആവുന്നേ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്. NCERT അല്ലെ CBSE ഇവർക്ക് ടെസ്റ്റ് എല്ലാ സ്കൂളിനും ഇപ്പോൾ ഒരേ ടെസ്റ്റ് ആക്കി കേട്ടോ. CBSEയുടെ എല്ലാ സ്കൂളിനും ഒരേ ടെസ്റ്റ് ആക്കി, അതായത് നവോദയയും കേന്ദ്രീയ വിദ്യാലയവും അല്ലാതുള്ള CBSE സ്കൂളിനും എല്ലാം ടെസ്റ്റ് ഒന്നാക്കി കേട്ടോ. ഗണിത മഞ്ജരിയാണ്, അതായത് എനിക്ക് തോന്നുന്നു 7 വരെ ഉള്ളവർക്ക് ഗണിത പ്രകാശാണ്, പിന്നെ 8, 9, 10 ഗണിത മഞ്ജരിയാണ് കേട്ടോ. ഗണിത പ്രകാശം ഗണിത മഞ്ജരി ആ 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ടൊന്ന് കാണണ്ടേ കുഞ്ഞുങ്ങളെ, 2ാമത്തെ പാഠം. കാരണം 1ാമത്തെ പാഠം ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു, ഓഫ്ലൈനായിരുന്നു. എല്ലാവരും എടുത്ത് നല്ലപോലെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ 2ാമത്തെ പാഠം എടുത്തത്. ഇനി അത് പോട്ടെ, ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തന്നെയും നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ CBSEയുടെ 1ാമത്തെ ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്. ഞാൻ ഈ CBSE NCERT എടുത്ത് പറയുന്നത് ഞാൻ കൂടുതലും കേരള സിലബസിൻ്റെയാണ്, നമ്മുടെ ചാനൽ നോക്കിയറിയാം എല്ലാം കേരള സിലബസിൻ്റെയാണ് കിടക്കുന്നത്. അപ്പോൾ CBSEയുടെ വേണം, ഞാൻ എല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ പിള്ളേരെയും നോക്കണമല്ലോ. അപ്പോൾ CBSEക്കാർക്ക് വേണ്ടിയാവും നിങ്ങളെ 1ാമത്തെ ചാപ്റ്ററാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന പാഠം. നിങ്ങൾ കഴിഞ്ഞ വർഷം ജോമെട്രി കോർഡിനേറ്റ് പഠിച്ചതാണ്, എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം, നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ലൈനൊക്കെ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? നമ്പർ ലൈൻ നിങ്ങളൊന്ന് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് അതായത് നമ്പർ ലൈൻ എന്നൊക്കെ എന്തിനാണ് ഇവിടെ ഇപ്പോൾ പറയുന്നതെന്നല്ലേ. അതായത് നമ്മളിപ്പോൾ ദാണ്ടെ പേന വെച്ച് വരയ്ക്കരുത്, പക്ഷെ നിങ്ങൾക്ക് ഈ മൊബൈലിൽ കൂടെ കാണാൻ വേണ്ടി ഞാനവിടെ പേന വെച്ച് വരയ്ക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടി കേട്ടോ. നോക്കണേ, നല്ലപോലെ മനസ്സിലായി. നമ്പർ ലൈൻ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അതെ, ഇങ്ങനെ, അതായത് ഞാൻ ഒറ്റ ഒരെണ്ണത്തിൽ തന്നെ എല്ലാം അങ്ങ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിവിടെ കണ്ടോ നിങ്ങളെ, ഇവിടെ ഒരു സാധനമുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പറയാനാണ് നമ്മളീ പോകുന്നത്. ഇതിൻ്റെ വലത്തോട്ട് പോകുന്തോറും നോക്കണേ, ഇവിടെ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ, ആണല്ലോ. ഇനി ഇതിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴോ നല്ലപോലെ മനസ്സിലാക്കണേ, -1 ഇവിടോട്ട് വരുമ്പോൾ -2, -3, -4, -5, അതായത് നെഗറ്റീവ് നമ്പറുകൾ. ഇങ്ങോട്ട് പോകുന്തോറും നെഗറ്റീവ്, അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ്. സംശയമില്ലല്ലോ, ഇല്ലല്ലോ. ഇനി മേപ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടേ, ഇനി മേപ്പോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് മേപ്പോട്ട് എന്തുമായിരിക്കും? പോസിറ്റീവാണ് അല്ലേ. 1, ഇത് 2, ഇത് 3, ഇത് 4, 5. പോസിറ്റീവ് എന്ന് നമ്മൾ പറയത്തില്ല, നമ്പറുകൾ മാത്രമേ എന്നുള്ളെങ്കിൽ അത് പോസിറ്റീവാണ് അല്ലേ. ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ നിങ്ങൾ ഇവിടെ -1, -2, -3, -4, -5 എന്നും പറഞ്ഞ് താപ്പൂട്ടും പോകും. മനസ്സിലാക്കണേ കേട്ടോ. അതായത് ഇതിൻ്റെ ഇങ്ങോട്ട് വരുംതോറും പോസിറ്റീവ്, ഇങ്ങോട്ട് വരുംതോറും നെഗറ്റീവ്. നല്ലപോലെ പഠിക്കണേ. മേപ്പോട്ട് ഉയർച്ചകളാണ് അല്ലേ. മേപ്പോട്ടെന്ന് വെച്ചാൽ ഉയർച്ചകളാണ്, നമ്മളിങ്ങനെ കയറി മേപ്പോട്ട് ഉയർച്ചകളാണ്. ഉയരും തോറും പോസിറ്റീവാണ്. അതോ ക്ലൂ പഠിച്ചു വെച്ചേക്കണം. മേപ്പോട്ട് പോകുന്തോറും പോസിറ്റീവ്, താപ്പോട്ട് പോകുന്തോറും നെഗറ്റീവ് കേട്ടോ. നെഗറ്റീവാണ് നിങ്ങൾ എഴുതിയിട്ട്, -5, -6 എന്നും പറഞ്ഞ് താപ്പോട്ട് അല്ലേ. താഴോട്ട് പോകുന്നതോറും എന്താ, നമ്മൾ മൈനസ് ആയിക്കൊണ്ടേ ഇരിക്കുക അല്ലേ. മേപ്പോട്ട് പോകുന്നതോറും ഉയർച്ചയാണ്. പിന്നെ വലത്തോട്ട് പോസിറ്റീവ്, ഇടത്തോട്ട് നെഗറ്റീവ് കേട്ടോ. അതായത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതിനെ നമ്മൾ എന്താ വെർട്ടിക്കൽ ലൈൻ എന്നാണ് പറയുന്നത് അല്ലേ. വെർട്ടിക്കൽ ഇതെന്താ ഹൊറിസോണ്ടൽ അല്ലേ. നിങ്ങളുടെ ടെസ്റ്റിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇത് LKG പിള്ളേരുടെ കൂട്ടങ്ങ് പറയുക, കാരണം മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ ലൈൻ വെർട്ടിക്കൽ ലൈനാണ്, ഇത് ഹൊറിസോണ്ടൽ ലൈനാണ് കേട്ടോ. വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഇനി ഇതിന് ഈ ഒരു പോയിന്റിന് ഒരു പേര് പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഒറിജിൻ. എന്താവും നിങ്ങളെ? ഒറിജിൻ. അതായത് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുന്ന, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറയത്തില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലൈനും കൂടി ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈന് പറയുന്ന ഇല്ലെങ്കിൽ ഈ പോയിന്റിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഒറിജിൻ. പഠിച്ചു വെച്ചേക്കണേ, ഒറിജിൻ. ഇതിനകത്തില്ല ഒറിജിൻ. മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ നിങ്ങളെ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ. ഇതെന്ന് വെച്ചാൽ വെർട്ടിക്കൽ.
അല്ലേ? വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനുമാണ്. ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് പറയുന്ന പേര് ഒറിജിൻ എന്നാണ് കേട്ടോ. ഒറിജിൻ. ഇനി ഈ ഒറിജിൻ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒറിജിൻ ഇവിടെ ഇന്റർസെക്റ്റ് എന്ന് വെച്ചാൽ ഇതൂടെ കൂട്ടിമുട്ടി, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒറിജിൻ അല്ലേ? ഈ ഒറിജിൻ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ പേര് പഠിച്ചോണേ, കാർട്ടീഷ്യൻ, CARTECIAN, കാർട്ടീഷ്യൻ പ്ലെയിന്. നിങ്ങളുടെ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യമാണിത് കേട്ടോ. കാർട്ടീഷ്യൻ പ്ലെയിൻ നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അതായത് ഹൊറിസോണ്ടൽ ലൈന്, വെർട്ടിക്കൽ ലൈന്, ഇത് രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന് ഒറിജിൻ അല്ലേ? ഒറിജിൻ എന്ന് പറയുന്നു. ഒറിജിൻ സ്പെല്ലിംഗ് ഉണ്ടോ? ഒറിജിൻ. അതായത് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നതിനെ ഒറിജിൻ എന്ന് വിളിക്കുന്നു. ഈ ഒറിജിൻ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ്, അതായത് ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിന്. എന്താ നിങ്ങളെ കേട്ട? കാർട്ടീഷ്യൻ സ്പെല്ലിംഗ്, കാർട്ടീഷ്യൻ പ്ലെയിൻ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇത് ഇത്രയും നമുക്കറിയാം. ഒറിജിൻ എന്താണ്, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താ, അതായത് പിന്നെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ എക്സും വൈയും. ഇനി നമുക്ക് പറയാം ഇതിനെ എന്ത് പറയും? ഇതിനെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിനെ എക്സ് ആക്സിസ് എന്നല്ലേ പറയുന്നത്? ആക്സിസ് അല്ലേ? ഇതിനെയോ വൈ ആക്സിസ് എന്ന് പറയുന്നു അല്ലേ? എക്സ് ഇതെന്താ? ഈ വരെ എക്സ് ആക്സിസ് എന്നും ഈ വരെ വൈ ആക്സിസ് എന്നും പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനെ എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് ഡാഷ് എന്ന് പറയാം കേട്ടോ. എക്സ് ഈ മേളിൽ ഇങ്ങനെ ഈ ഒരു വര വരയ്ക്കുന്നതിൻ്റെ ഡാഷ് അവിടെ എഴുതി വെക്കാം, ഡാഷ് കേട്ടോ. എക്സ് ഡാഷ് കേട്ടോ. അത് വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ് ആകുമ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയും? വൈ ഡാഷ്. മേളിൽ ഇങ്ങനെ ഒരു വര കൊടുക്കുന്നതിനെ ഓരോന്ന് മനസ്സിലാക്കി പോണേ കേട്ടോ. അപ്പം ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് കേട്ടോ. ഇത് എക്സ് ആക്സിസ്, ഇവിടെ എക്സ് ഡാഷ്, ഇവിടെ വൈ ആക്സിസ്, ഇവിടെ വൈ ഡാഷ് താഴെ കേട്ടോ. മനസ്സിലാക്കണേ. വലിയ പടമായതുകൊണ്ട് മേളിലും താഴെയും എൻ്റെ കൈ പോകുമ്പോൾ ഞാൻ പറയുന്നതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത്രയൊക്കെ ആണല്ലോ. എക്സ് ആക്സിസ്, ഇൻ്റർസെക്റ്റ് എന്നോ ഒറിജിനും ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നിങ്ങൾ നോക്കി, എന്നാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കണ്ടോ, ഇത് പോസിറ്റീവ്. ഇവിടുന്ന് മേപ്പോട്ട് പോയി ഇത് പോസിറ്റീവ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഈ പിന്നെ എന്താ കാർട്ടീഷ്യൻ പ്ലെയിനിൽ 4 ഭാഗങ്ങളുണ്ട് കേട്ടോ. 4 ഭാഗങ്ങളല്ലേ? 4 പാർട്സ്, 4 ഭാഗങ്ങളുണ്ട്. അതായത് ഈ പോസിറ്റീവും കൂടെ ചേരുക. ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അപ്പം എന്താണെന്നറിയോ? അതായത് പോസിറ്റീവുമാണ് അവിടെ അല്ലേ? അപ്പം അതിനെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്താ നിങ്ങളെ ഇതിനെ പറയുന്നത്? ക്വാഡ്രൻറ്റ്, QUADRANT, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. മനസ്സിലാക്കി പോണേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അതായത് നമ്മുടെ ഇത്രയും ഭാഗത്തിന് പറയുന്ന പേര് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പം ഇതെന്തായിരിക്കും? അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, DRANT ക്വാഡ്രൻറ്റ്. അതിൻ്റെ തൊട്ട് താഴെ തേർഡ് ക്വാഡ്രൻറ്റ്, QUADRANT ക്വാഡ്രൻറ്റ്. അടുത്തത് ഫോർത്ത്. മൊത്തം 4 ഭാഗങ്ങളാണ് അല്ലേ? നോക്കി, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 4, ഒരു കുരിശ് പോലെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചേ കണ്ടോ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഫസ്റ്റ്, ഇത് സെക്കൻഡ് കേട്ടോ, ഇത് തേർഡ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്, QUADRANT ക്വാഡ്രൻറ്റ്. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി നിങ്ങളെ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇനി നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മളിപ്പം പലയിടത്തും വേണ്ടേ 2, 4 ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടോ? കോർഡിനേറ്റിനകത്തിലൊക്കെ പഠിച്ചാൽ ഈ കോർഡിനേറ്റിൽ നമ്മൾ പറയുമ്പോഴേ ഫസ്റ്റ് എക്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ഏത് നമ്പറാണോ വരുന്നത് അത് എക്സും, രണ്ടാമത് വരുന്നത് വൈയുമാണ്. അതെപ്പോഴും ഓർത്തോണം കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്ത് 0, 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം 0 എന്ന് പറയുന്നത് എക്സ് ആണ്, 4 എന്ന് പറയുന്നത് വൈ ആണ്. അത് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുമ്പം ഇത് 0 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഇത്രയും എക്സാ കേട്ടോ. ഇത് ഇത്രയും എന്താ? എക്സാ. എന്തെങ്കിലും സംശയമുണ്ടോ? എക്സാ. എന്നാൽ ഇത് ഇത്രയും വയ്യ. അപ്പം നമ്മൾ ആദ്യം ഏത് നമ്പർ പറഞ്ഞാലും അതെന്താ? എക്സ് ആണ് ആദ്യം പറയേണ്ടത്, രണ്ടാമത് പറയേണ്ടത് വൈ ആണ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പോസിറ്റീവ്, ഫസ്റ്റ് പോസിറ്റീവ് ഈ എക്സ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് നമ്പർ അല്ലേ?
സെക്കൻഡ് പോസിറ്റീവാണ്. ഇതെല്ലാം പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവും പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഫസ്റ്റ് എന്താ പറയേണ്ടത്? എക്സ് ആ പറയേണ്ടത്. എക്സ് ഏതാ? ഇതല്ലേ നെഗറ്റീവ് അല്ലേ? എക്സ് നെഗറ്റീവാണ്. വൈ എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവാണ്. മനസ്സിലായോ? മനസ്സിലാക്കണേ. ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് എക്സ് പറയണം, സെക്കൻഡ് നമ്മൾ വൈ പറയണം. ഇവിടെ നോക്കൂ നിങ്ങളെ, തേർഡ് ക്വാഡ്രൻറ്റിനകത്തിൽ ഫസ്റ്റ് എക്സ് അല്ലേ പറയേണ്ടത്? എക്സ് എന്ന് പറയുന്ന ആരാ? ഇവിടെ എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് അല്ലേ? വൈ എന്ന് പറയുന്നതും എന്താ? എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ അതും നെഗറ്റീവാണ്. നെഗറ്റീവും നെഗറ്റീവും തേർഡ് ക്വാഡ്രൻറ്റ് അല്ലേ? ഫോർത്ത് ക്വാഡ്രൻറ്റ് എക്സ് എന്ന് പറയുന്ന നോക്കിയേ എല്ലാം പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ എന്താ? പോസിറ്റീവ്. ഇനി വൈ എന്ന് പറയുന്ന എല്ലാം എന്താ? നെഗറ്റീവ്. അപ്പം നെഗറ്റീവ്. കണ്ടോ? വല്ലോ പിടികിട്ടിയോ? അതായത് നമുക്കൊരു നമ്പർ തരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനൊരു ഇത് തരും, കോർഡിനേറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റിനെ കുറിച്ച്. നിങ്ങൾ മറന്നുപോയെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എക്സ് ആണ്, രണ്ടാമത് പറയുന്നത് വൈ ആണ്. ഏത് നമ്പറിൻ്റെയും കോർഡിനേറ്റിൻ്റെ ഫസ്റ്റ് പറയേണ്ടത് എക്സ് ആണ്, രണ്ടാമത് പറയേണ്ടത് വൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എക്സ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഏത് വരെയാണ്, ഏത് വരെയാണ് നോക്കിക്കേ, നോക്ക് ഈ വര കേട്ടോ. ഇതാണ് എക്സ്, ഇത് വൈയുമാണ് കേട്ടോ. മനസ്സിലാക്കണേ കേട്ടോ. വെർട്ടിക്കലും ഹൊറിസോണ്ടലും കേട്ടോ. അപ്പം ഇത് ഈ ഒരു നേരെ വരയ്ക്കുന്നത്, നമ്മൾ ഈ കൈ ഇങ്ങനെ നേരെ നിൽക്കത്തില്ലേ, നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേ. അങ്ങനെ നിൽക്കുന്നത് എക്സും, മേളിൽ നിന്ന് താപ്പോട്ട് വരയ്ക്കുന്നത് വൈയുമാണ്. ആദ്യം പറയേണ്ടത് ഏതാണ്? എക്സ് വേണം പറയാൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ഏതാ? എക്സ് ആയപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് നമ്പർ, അതുകൊണ്ട് പോസിറ്റീവ്. വൈ എന്ന് പറയുന്ന എല്ലാം പോസിറ്റീവ്, അതുകൊണ്ട് അത് പോസിറ്റീവ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന എല്ലാം നെഗറ്റീവാണ്, അപ്പം നെഗറ്റീവ്. വൈ എന്ന് പറയുന്ന എല്ലാം പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന എല്ലാം നെഗറ്റീവാണ്, അപ്പം നെഗറ്റീവ്. വൈ എന്ന് പറയുന്ന എല്ലാം നെഗറ്റീവാണ്, അപ്പം നെഗറ്റീവ്. എക്സ് ആണ് എപ്പോഴും ആദ്യം പറയേണ്ടത്. എക്സ് എന്ന് പറയുന്ന എല്ലാം പോസിറ്റീവ്, വൈ എന്ന് പറയുന്ന എല്ലാം നെഗറ്റീവ്. ഇത് ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമ്മൾ ഡാഷ്, എക്സ് വൈ ഡാഷ് കേട്ടോ. മനസ്സിലായോ? ഇനി ഇത്രയും ഓക്കെയാണ്. ഓരോന്നോരോന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതാണ് ഇത്രയും പതുക്കെ പോകുന്നത്. കാരണം ഇത് ഈ ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ടു എന്ന് പറയുന്നത് എക്സ് ആണ്, അല്ലെങ്കിൽ 0 എന്ന് ഫസ്റ്റ് തരുന്നതിന് എക്സ് എന്ന് പറയാൻ പറഞ്ഞില്ലേ. ഈ ഇങ്ങനെ നമ്മൾ പിന്നെ എക്സ് ആക്സിസിന് പറയുന്ന പേരുണ്ട് കേട്ടോ. എന്താ നിങ്ങളെ? എക്സ് ആക്സിസിന് നമ്പറിന് പറയുന്ന പേരെന്താണെന്നറിയോ? ആപ്സിസ. ABSCISSE കേട്ടോ. ഈ എക്സ് കണ്ട് ഇതിനെ നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ഇതിന് ഓരോ പേര് കൊടുക്കും കേട്ടോ. അതിനി നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ കാണിക്കാം. ഇതിന് നമ്മൾ പറഞ്ഞ എക്സ് ആക്സിസിൻ്റെ നമ്പറിന് പറയുന്ന പേര് ഒരു മാർക്കിന് ചോദിക്കും, ആപ്സിസ കേട്ടോ. എക്സ് ആക്സിസിൻ്റെ നമ്പറിന് പറയുന്ന ആപ്സിസ. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിന് എന്ത് പറയും? വൈ ആക്സിസിൻ്റെ നമ്പറിന് കോർഡിനേറ്റ് അല്ല, ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഓർഡിനേറ്റ്. എക്സ് ആക്സിസ് നമ്പറിന് ആപ്സിസ എന്നും വൈ ആക്സിസ് നമ്പറിന് ഓർഡിനേറ്റ് എന്നും പറയുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്നാവും നിങ്ങളെ എന്ത് പറഞ്ഞത്? ഇപ്പം നമ്മൾ പറഞ്ഞ കോഓർഡിനേറ്റ്. നമ്മുടെ പാഠത്തിൻ്റെ പേരായ കോഓർഡിനേറ്റ് കേട്ടോ. കോഓർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ചേരുന്നതാണ് കോഓർഡിനേറ്റ്. എക്സ് ആക്സിസ് നമ്പറിന് പറയുന്ന പേര് ആപ്സിസയാണ്, വൈ ആക്സിസ് നമ്പറിന് പറയുന്ന പേര് ഓർഡിനേറ്റ് എന്നുമാണ്. ഇത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെയാണെങ്കിലേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കണക്കിലോട്ട് കയറാം. ഇത് ഞാൻ ചോദ്യം എഴുതി വെച്ചതല്ലേ, ഞാൻ റഫായിട്ട് ഒരെണ്ണം കാണിക്കാൻ ചെയ്യില്ല. അതാണ്ടേ, ഇത് നമ്മുടെ വൈ, ഇത് എക്സുമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക 4 - 4 എന്ന് പറയുന്നത് ഇതിൻ്റെ എവിടെ വരുമെന്ന്. നിങ്ങൾ ഇതൊന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് കണക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 4 എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നോക്കിയേ, പോസിറ്റീവോ വലത്തോട്ട്. അപ്പം എന്താ? ഒറിജിന് 0 1 2 3 4. അപ്പം 4 ഇവിടെ വരും അല്ലേ? -4 വൈ -4 എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടാ? മേപ്പോട്ട് വൈ പോകുന്നത് പോസിറ്റീവും താപ്പോട്ട് വൈ വരുന്നത് മൈനസുമാണ് അല്ലേ? അപ്പം മൈനസ് പറയുന്നത് ഇതാ -1 -2 -3 -4. അപ്പം ഇവിടെ വരും. അപ്പം 4 - 4 എന്ന് പറയുമ്പോൾ 4x ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ചിട്ട്
-4 ആണ്ട് ഇവിടെ എന്നിട്ട് ഇവിടെ ആയിട്ട് വരും 4 -4 എന്നുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക -2 -3 എന്നൊന്ന് തന്നു വെച്ചോ. -2 -3. ഈ -2 എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന് -2 എവിടെ പോവും? ഇവിടെ വരും അല്ലേ? ഇവിടെ ആയിട്ട് വരും -1 -2 എക്സിൻ്റെ ഫസ്റ്റ് എക്സ് ആണല്ലോ, മൈനസ് ഇവിടെ വരും. അപ്പം -2 വൈയുടെ -3 എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, മൈനസ് താപ്പോട്ടല്ലേ, അപ്പോൾ ഇവിടാണ് -3. അപ്പം -2 -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ആയിട്ട് വരും. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് ഞാൻ നല്ലപോലെ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് ഫുള്ള് എടുത്ത് കുറേ വർക്ക് ഞാൻ 7, 8, 9, 10 കൂടെ ഒരുമിച്ചിരുത്തി ആ കോർഡിനേറ്റ് പഠിപ്പിച്ച് അവരെ എനിക്കൊന്ന് 7, 8 പിള്ളേരാണ് ഇത് പെട്ടെന്ന് ചെയ്ത് കാണിച്ചത്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് പഠിക്കണേ നിങ്ങൾ കേട്ടോ. നമുക്ക് കണക്കിലോട്ട് കയറാം. ഇവിടെ എക്സസൈസ് 1.1 ഞാൻ ക്വസ്റ്റ്യൻ വാരി വലിച്ച് എഴുതിയിട്ടില്ല, ഓൾറെഡി നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്ന് ചുരുക്കി കാണിച്ചതേ ഉള്ളൂ. ഫിഗർ 1.3 കേട്ടോ, എക്സസൈസ് 1.1 ആണ്. ഷോസ് റയാൻസ് റൂം വിത്ത് പോയിന്റ് OABC മാർക്കിംഗ് ഇറ്റ്സ് കോർണർ. The x and y axis are marked in the figure. Point O is the origin. നമ്മളിപ്പോൾ പഠിച്ച രീതി തന്നെ കുഞ്ഞുങ്ങളെ, നമ്മൾ പഠിച്ചത് ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇതിനകത്തിൽ ഇത് ഒറിജിനാണ്, ഇത് എന്താ എക്സ്, ഇത് x1 x', പിന്നെ ഇത് y, ഇത് y'. അതായത് ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ് ഇട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് ഈ ചോദ്യത്തിൽ അതിൽ നെഗറ്റീവുകളെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അതായത് റയാൻസ് റൂം വിത്ത് പോയിന്റ് നോക്കണേ, നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ആ പടം ഉണ്ട്, ഞാൻ വലിയ ഇതായിട്ടൊന്നും അത് പഠിച്ചിട്ടില്ല. ആ പടം നോക്കണേ, OABC കണ്ടോ, BC കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് വലുതായിട്ട് വരച്ചോണ്ടോ ഇങ്ങനെ OABC മാക്കിംഗ് ദ കോർണറാണ്. ഈ 4 മൂലകളിലാണ് കോർണർ കണ്ടോ. ഇനി ദ എക്സ് ആൻഡ് വൈ ആക്സിസ് ആർ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. എക്സും വൈയും നമുക്കറിയാം, ഈ പോയ വരെയാണ് എന്താ എക്സ് അല്ലേ, നമുക്കറിയാം. നോക്കി എക്സ് ഈ വര, ഈ മേപ്പോട്ട് പോകുന്നത് വൈയുമാണ് കേട്ടല്ലോ, മേപ്പോട്ട് പോകുന്നത് വൈയുമാണ്. പോയിന്റ് O ഈസ് ദ ഒറിജിൻ. ഇതാണ് ഒറിജിൻ അല്ലേ, ഒറിജിൻ. ഇത് നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇതിനകത്ത് കുറേ പടവും കാര്യങ്ങളും ഒക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് അതൊന്ന് നോക്കണേ. ഞാൻ അതിനകത്തിലെ പ്രധാനപ്പെട്ടത് മാത്രം നോക്കി എഴുതിയേക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കി നിങ്ങൾ അതിനകത്തിലെ ടെസ്റ്റിനകത്ത് നിങ്ങൾ നോക്കണം. ഇഫ് D1R1 represent the door to Rayan room, how far is the door from the left wall, the y-axis of the room? ഇവിടെ ചോദ്യം നല്ലപോലെ നോക്കണേ. ഇതിനകത്തിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടോ നോക്കേണ്ടതാ. നിങ്ങൾ ആ ബുക്കിൽ നോക്കണേ കേട്ടോ. D1R1 ഈ 8 മുതൽ ഈ 11 വരെ കണ്ടോ, ഇവിടെ വരെ നിങ്ങളുടെ ടെസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ ഇത്രയും ഭാഗം D1 നമ്മൾ ഡോർ ഉണ്ടല്ലോ, വീട്ടിലോട്ട് കയറുന്ന ഒരു ഡോർ അതാ കൊടുത്തിരിക്കുന്നത്. D1R1 റെപ്രസെന്റ് ദ ഡോർ റയാൻ റൂം. റയാനിൻ്റെ റൂമിലോട്ട് കയറുന്ന, റയാൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ റൂമിലോട്ട് കയറുന്ന ആ റൂമിൻ്റെ എന്താ ഡോറാണ്. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ ദ ആക്സിസ്. ലെഫ്റ്റ് വാളും റൈറ്റ് വാളും അറിയണേ കുഞ്ഞുങ്ങൾ. അവിടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് റൈറ്റ് വാൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ലെഫ്റ്റ് അല്ലേ. ഇത് റൈറ്റ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് വാള്. അപ്പോൾ ലെഫ്റ്റ് വാള് ദ വൈ ആക്സിസ് ഓഫ് ദ റൂം. D1R1 റയാൻ റൂമിൻ അല്ലേ, റയാൻ്റെ റൂമിൻ്റെ ആ ഡോറിൻ്റെ കാണിക്കുന്നതിൽ, ആ ഡോറ് കാണിക്കുന്നതിൽ ലെഫ്റ്റ് വാളിൽ നിന്ന് ആ ഡോറ് വരെ ഉണ്ടല്ലോ, ലെഫ്റ്റ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വാളിൽ നിന്നും, അതായത് ഇത് ഒറിജിന്, ഇതിൻ്റെ ലെഫ്റ്റ് വാളാണിത്. അതായത് വൈ ആക്സിസ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ആ ഡോറ് വരെ എത്ര ദൂരത്തിലാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്. അതായത് വൈ ആക്സിസ് ഇതാണല്ലോ വൈ ആക്സിസ്. ഇവിടെ നിന്നും അവൻ്റെ ഡോറിൻ്റെ ഇതാ ഡോറ്, ഇവിടെ നിന്നും ഇവിടെ വരെ എത്താൻ എത്ര ദൂരം വേണമെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഡിസ്റ്റൻസ് ഓഫ് ദ ഡോർ, ആ ഡോറിൻ്റെ അവിടോട്ടുള്ള ദൂരം എത്ര ആണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചോദ്യം മനസ്സിലായല്ലോ? ഡോർ ഇവിടെ ആണ്. ചോദ്യം കേട്ടിട്ട് വേണം. D1R1 അത് റയാൻ്റെ റൂമിനെയാണ് അത് കാണിച്ചിരിക്കുന്നത്. റൂമിൻ്റെ ആ ഡോറായി കൊടുത്തിരിക്കുന്നത്. അത് ലെഫ്റ്റ് വാളെന്ന് വെച്ചാൽ ഇതാണ്. ലെഫ്റ്റും റൈറ്റും ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് വാളിൽ നിന്ന്, ലെഫ്റ്റ് വാൾ തുടങ്ങുന്ന ഇവിടുന്നല്ലേ ഒറിജിൻ, ഇവിടുന്ന് മേപ്പോട്ട്, ഇവിടെ നിന്നും ആ ഡോറ് വരെ എത്ര ദൂരം, ഇവിടെ നിന്നും ഇവിടെ വരെ എത്ര ദൂരത്തിലാണെന്ന് കാണിക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ?
നോക്കിയേ, ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? അങ്ങനെ 2 ചോദ്യമാണിതിൽ. അതിലൊന്നാമത്തെ നോക്കിക്കേ, നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാം. ഡിസ്റ്റൻസ് അതായത് ദൂരം ഓഫ് ദി ഡോർ എവിടെ നിന്നാ? ഫ്രം ദി വൈ ആക്സിസ്. എത്ര കുഞ്ഞുങ്ങളെ നോക്കിയേ, 0-ൽ നിന്ന് എത്ര ഉണ്ടെന്ന് നോക്കിയേ, 8. ഇവിടെ നിന്ന് 8 വരെ ആയപ്പോൾ എന്തായി? അവൻ്റെ ഡോറിൻ്റെ തുടങ്ങുന്നിടത്തായി അല്ലേ? 0-ൽ നിന്നും 8 വരെ ആയപ്പോൾ എത്ര? 8 യൂണിറ്റ് കേട്ടോ. അതിൻ്റെ ആൻസർ എന്താ? 8 യൂണിറ്റ്സ്. വാരി വലിച്ച് തോനെയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കും. അതാണ്ട് വൈ ആക്സിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും അവൻ ഡോറെന്ന് വെച്ചാൽ അതാണ്ട് ഇവിടാണ്. ഈ ഡോറ് വരെ വരാൻ കണ്ടോ, ഇവിടാണ് തുടക്കം. അപ്പോൾ അവിടെ വരെ വരാൻ എത്രയാണ്? 8 യൂണിറ്റ് കേട്ടോ. ഈ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് അറിയാം, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? ഈ എക്സ് ആക്സിസിൽ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ ആ ഡോറ് വെച്ചേക്കുന്നത്? നോക്കിക്കേ, അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലോ മാറ്റിയിട്ടുണ്ടോ? ആ എക്സ് ആക്സിസിൽ കൊണ്ടുവന്നാണ് ഡോറ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ എന്താ എത്ര ദൂരത്തിലാണ് വെച്ചിരിക്കുന്നത്? എത്ര ദൂരത്തിലാണ്? ഒന്നുമല്ല, എക്സിൽ തന്നെ വെച്ചേക്കുന്നത് അല്ലേ? എക്സിൽ നോക്കിയേ, എക്സിൽ തന്നെയാണ് ആ ഡോറ് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഡിസ്റ്റൻസ്, അതിൻ്റെ തന്നെ 2 ചോദ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഓഫ് ഡോറ് ഫ്രം ദി ഏതാ? എക്സ് ആക്സിസിൽ. എക്സ് ആക്സിസ് ഏതാണ്? 0 യൂണിറ്റ്. കാരണം എക്സിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. 0 മറ്റേത് 8 യൂണിറ്റ് ആണ്. കാരണം എന്താ വൈയിൽ നിന്നും വൈ ഇതല്ലേ, വൈയിൽ നിന്നും വന്നത് 8, എക്സിലാണെങ്കിൽ അത് എക്സിൽ തന്നെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 0 യൂണിറ്റുമാണ്. അപ്പം മനസ്സിലായോ? അടുത്ത 2ാമത്തെ ചോദ്യം, അത് ഞാൻ 2ാമത്തെ സെപ്പറേറ്റ് എഴുതിയായിരുന്നു. ഇവിടെ പോയി നിങ്ങൾ. 2ാമത്തെ ചോദ്യം കളഞ്ഞു പോയോ? ഇതിൽ തന്നെ എഴുതാം. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് D1? 2ാമത്തത് വാട്ട് കാണാൻ പറ്റുന്നുണ്ടോ? വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് D1. ഇവിടെ D1 നോക്കൂ കുഞ്ഞുങ്ങൾ, അതിൻ്റെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ D1 R1 എന്നാണ് ഉണ്ടോ? D1 R1. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് D1? നോക്കിയേ, D1 കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോർഡിനേറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആദ്യം എക്സ് പറയണം അല്ലേ? എക്സ് നോക്കിയേ, കോർഡിനേറ്റ് എക്സ് 8 കണ്ടോ, 8-ലാണ് ചോദ്യം കേൾക്കണേ. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് D1 നിൽക്കുന്ന എവിടെ? എക്സ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? D1 = 8 കേട്ടോ. കോർഡിനേറ്റ് ഓഫ് D1 8 കേട്ടോ. എക്സ് 8, വൈയു എന്താണ്? കോർഡിനേറ്റ് എന്ന് വെച്ചാൽ 2 എണ്ണം വേണ്ടേ? കോർഡിനേറ്റ് 2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 ആണ്. വൈ നോക്കിയേ, ഇതിലാ 0 കണ്ടോ, 0-ൽ കേട്ടോ. കോർഡിനേറ്റ് 8 0 കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വേണേ പറയാൻ എക്സ് കേട്ടോ. എക്സ് വൈ പറയുമ്പോഴും 0. വൈ ഇതിൻ്റെ 0-ലാണ് കേട്ടോ. 8 ഇവിടെ നമ്പറാണ് കുഞ്ഞിലെ, എക്സ് ആണ്. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് 3ാമത്തെ ചോദ്യം. അത് ഞാൻ എഴുതിയെന്ന് തോന്നുന്നല്ലേ, അത് ഈ സെപ്പറേറ്റ് എഴുതിയത് കൊണ്ടാണ്. ഓക്കെ, 3ാമത്തെ, ഇഫ് R1 ഈസ് ദ പോയിന്റ്. ഇനി R1 ഈസ് ദ പോയിന്റ് 11.5 0. ഹൗ വൈഡ് ഈസ് ദി ഡോർ? നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ ഡോറിൻ്റെ വീതി ഉണ്ടല്ലോ, വൈഡ് ഈസ് ദ ഡോർ. ഈ ഡോറിൻ്റെ വീതി ഉണ്ടല്ലോ, വീതി അറിയണം. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് R1 ഈസ് ദ പോയിന്റ്. നമുക്ക് അതിൽ തന്നെ ആ ഡോറിൻ്റെ വീതി ഇവിടെ തന്നിട്ടുണ്ട്. D1-ഉം R1-ഉം. D1 എത്ര നമുക്ക് അറിയാം. എത്ര? D1 നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ എഴുതിയായിരുന്നല്ലോ. എത്ര D1 നമുക്കിപ്പോൾ കിട്ടി കുഞ്ഞുങ്ങളെ, 80. അതായത് ഇത് എക്സും ഇത് വൈയും ആണ്. ഇനി എപ്പോഴും ഞാൻ പറയത്തില്ല. അടുത്ത നമുക്ക് എന്താ? R1 നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ കിടക്കുന്നത് R1 പോയിന്റ് 11.5-ഉം 0-യുമാണ് കണ്ടോ. ഇനി ഇതിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനാണ്. ഹൗ വൈഡ് ഈസ് ദ ഡോർ എന്നാണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ ഡോർ കണ്ടുപിടിക്കണം. വിഡ്ത്ത് ഓഫ് ദി
ഡോറിൻ്റെ വീതി കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡോറിൻ്റെ വീതി അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് നോക്കിയോ നിങ്ങൾ, ഇവിടെ 8 അല്ലേ, ഇവിടെ വരെ വന്നപ്പോൾ എത്ര 11.5 R1 എത്ര 11.5 നമുക്ക് തന്നിട്ടുണ്ട്. 11.5 R1 D1 8 അപ്പോൾ 11.5 നിന്നും 8 കുറയ്ക്കണം കേട്ടോ. 11.5 നിന്നും 8 കുറയ്ക്കണം. ഇത് കുറയ്ക്കാനൊക്കെ അറിയാമോ? ഈ 8 1 2 3 നമ്മളിപ്പോൾ 5 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.00, 7 മണി എന്ന് വെച്ചാൽ 7.00, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ 8 എന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ടു, അതൊക്കെ അറിയാമല്ലോ. 9ാം ക്ലാസ് ആയില്ലേ, അറിയാമല്ലോ അല്ലേ. അപ്പോൾ നോക്കിയേ, 5 0 പോയാൽ 5, പിന്നെ 11 8 പോയാൽ 3, അപ്പോൾ 3.5 കേട്ടോ. ഇവിടെ എത്ര 3.5 യൂണിറ്റ്സ്. വിഡ്ത്ത് ഓഫ് ദ ഡോർ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. D1 എന്ന് പറയുന്നത് നമുക്ക് 8 മുമ്പ് നമുക്ക് കിട്ടിയത് 8 കിട്ടിയതാണ്. പിന്നെ ഇപ്പം നമുക്ക് R1 തന്നു 11.5 തന്നു. അപ്പോൾ അതിന് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിഡ്ത്ത് ഓഫ് ദ ഡോർ കിട്ടും. ഇത്രയൊക്കെ ആണോ? ഇനി അവർ ചോദിച്ചേക്കുന്ന അടുത്ത ചോദ്യം എന്താ അറിയോ, ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ എ റൂം ഡോർ? കാണാൻ പറ്റുന്നുണ്ടോ? ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കറക്റ്റായിട്ടുള്ള അളവാണോ, ഇത് കറക്റ്റായിട്ടുള്ള അളവാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇതിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ആയിരിക്കുമോ എന്ന് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നാ കംഫർട്ടബിൾ ആയിരിക്കുമോ വിഡ്ത്ത് കംഫർട്ടബിൾ ആയിരിക്കുമോ നിങ്ങളെ? ആയിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിയണേ, എൻ്റെ ഈ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്നാ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഫീറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്, 1 ഫീറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ 3.5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, 3.5 ഫീറ്റ് അല്ലേ? അത്രയും പോരെ ഒരു ഇതിന് 3.5 ഫീറ്റ് കേട്ടോ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആണെങ്കിൽ 3.5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3.5 ഫീറ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? യെസ്, കംഫർട്ടബിൾ ആണ് അല്ലേ? യെസ്, എങ്ങനെയാ, ദിസ് ഈസ് ദി കംഫർട്ടബിൾ ആണ് എന്താ വിഡ്ത്ത് ഫോർ എ ഡോർ, വിഡ്ത്ത് ഫോർ എ ഡോർ, വിഡ്ത്ത് ഫോർ എ റൂം ഡോറെന്നോ, ഫോർ എ റൂം ഡോർ കേട്ടോ. നമുക്ക് കംഫർട്ടബിൾ ഒരു ഡോറ് പണിയുമ്പോഴേ, ഒരു വീടിൻ്റെ ഒരു ഡോറ് പണിയുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ഒരു വസ്തുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുക, ഒരു അലമാര പിടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ പിടിച്ചുകൊണ്ട് നമുക്കത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പം നമുക്ക് എത്ര 3.5 ഫീറ്റ് ഉണ്ടെന്ന്, അപ്പം നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. യെസ്, നമുക്ക് കംഫർട്ടബിൾ ആണ്, പോകാൻ പറ്റും കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ, ഓക്കെ, ഓരോന്ന് ഇനി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട് ടു എൻ്റർ ദ റൂം, വിൽ ഷീ ഓർ ഹീ ബി ഏബിൾ ടു ഡു ഈസിലി? നോക്കിയോ നിങ്ങൾ, ഒരു വീൽ ചെയർ അതിലേക്കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈസിലി ആയിട്ട് നമുക്ക് ഓരോ വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു 1 ഫീറ്റ് എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞു, 1 ഫീറ്റ് എന്ന് പറയുന്നത് എത്ര പറഞ്ഞല്ലോ, 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1 ഫീറ്റ് ആണെങ്കിൽ 1 ഫീറ്റ് എന്ന് വെച്ചാൽ 12 ഇഞ്ചാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചേക്കണേ. 1 ഫീറ്റ് എന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. 1 ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പം നമ്മളോട് ചോദിച്ചാൽ എത്ര, നമുക്ക് എത്ര ഉണ്ട്, 3.5 ഫീറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. നമ്മൾ പണിഞ്ഞ അത്രയുണ്ട്, 3.5 ഫീറ്റ് ആണെങ്കിൽ അപ്പോൾ 3.5 ഇൻറ്റു 1 ഫീറ്റ് 12 ഇഞ്ചാണെങ്കിൽ അത് ഇൻറ്റു 12 എത്ര, 35 ഇൻറ്റു 12 42 കേട്ടോ. 42.0 വരെ, അപ്പം 42 മതി കേട്ടോ, ഇഞ്ചസ് ആവും. അപ്പം യെസ്, നമുക്ക് പറ്റും. 42 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ആ വീൽ ചെയർ കയറാൻ പറ്റും കേട്ടോ. വീൽ ചെയർ അറിയത്തില്ലോ നിങ്ങൾ, നമ്മുടെ കസേര പോലെ ഇരിക്കുന്ന വീൽ ചെയർ, അതൊക്കെ പോകാൻ പറ്റും. 42 ഇഞ്ചുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ വല്ലോ നിങ്ങൾക്ക്? എന്താ, 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1 ഫീറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3.5 നമുക്കിവിടെ കിട്ടിയായിരുന്നു. ഇത് വെച്ചാണ് ഈ ചെയ്യുന്നതല്ല കേട്ടോ. 3.5 വന്നു കഴിഞ്ഞാൽ അത് 3.5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3.5 ഫീറ്റാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരോരോ വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നിട്ട് പറയാം, ഈ വീൽ ചെയർ ഇതിലേക്കൂടെ അപ്പുറവും ഇപ്പുറവും പോകാൻ പറ്റുമോ
കേട്ടോ. അപ്പം നമ്മൾ ഓർത്തോണം 1 ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. നമുക്ക് 3.5 ഫീറ്റ് ഉണ്ട്. അപ്പം 42 ഇഞ്ച് സ്ഥലമുണ്ട്. അപ്പം നമുക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഇഫ് B1 അടുത്ത ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബാത്റൂം ആവും നിങ്ങളെ. B1 എന്ന് പറഞ്ഞത് 0.01 0 എന്ന് പറയുന്ന X ആണ്, 1.5 വൈയുമാണ്. ആൻഡ് B2 ബാത്റൂമിൻ്റെ B2 0 X ആണ്, 4 Y ആണ്. ഫസ്റ്റ് തരുന്നത് എക്സും രണ്ടാമത് തരുന്നത് വൈയും. ഞാനിപ്പോൾ ഒത്തിരിയും വെട്ടം അത് പറഞ്ഞു കേട്ടോ, മറക്കല്ലേ. ഇനി റെപ്രസെൻറ്റ് ദ എൻഡ് ഓഫ് ദ ബാത്റൂം ഡോർ. ഇവിടെ ഈസ് ദ ബാത്റൂം ഡോർ നാരോ ഓർ വൈഡർ ദാൻ ദ റൂം ഡോർ. നോക്കിയേ, നമുക്ക് പിക്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചിത്രത്തിൽ. ഈ B1 ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് ഒരു B1 കൊടുത്തിട്ടുണ്ട്, 4-നൊരു B2 കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന നമ്മൾ ആ ചോദ്യത്തിൽ പറക്കി എഴുതണം. നമുക്ക് B1 അറിയാം എത്ര, അവിടെ B1 എന്ന് പറഞ്ഞ എക്സ്, ഇത് എക്സും ഇത് വൈയുമാണ്. അപ്പോൾ ഇതെല്ലാം എക്സ് എല്ലാം 0 വരും. കണ്ടോ, ഈ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് എക്സ് 0 അല്ലേ, ഇതിൽ എക്സ് 0. വൈ എന്ന് പറയുന്നത് നോക്കി, ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. B1 എന്ന് പറഞ്ഞാൽ 0 1.5 ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. B2 എന്ന് പറയുന്നത് എത്ര, 0 4 ആണ്. അതെങ്ങനെയാണെന്ന് അറിയണേ നിങ്ങൾ കേട്ടോ. 4 ആണ്. അപ്പോൾ ഡോറിൻ്റെ വീതിയേക്കാൾ നാരോ വൈഡർ, ഡോറിൻ്റെ വീതിയേക്കാൾ ചെറുതാണോ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ, നമ്മുടെ ഈ അവൻ്റെ റയാൻ്റെ ഡോറിൻ്റെ ഇതിനേക്കാൾ, ഈ ഡോറിൻ്റെ വീതി ഉണ്ടല്ലോ അതിനേക്കാൾ വീതിയുണ്ടോ ഈ ബാത്റൂമിൻ്റെ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഈ ഡോറിൻ്റെ ഈ വീതി ഉണ്ടല്ലോ നിങ്ങൾ ഇത്രയിടം, ഇതിനേക്കാൾ വീതി ഉണ്ടോ, അതാണ്ട് ഈ ഇത്രയും ഭാഗത്തിനുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡോറിൻ്റെ വീതിയേക്കാൾ ചെറുതാണോ വലുതല്ല, ചെറുതാണോ കേട്ടോ, എന്തായാലും ചെറുതായിരിക്കില്ല, ചെറുതാണോ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വീതിന്ന് കേട്ടോ. അപ്പോൾ നമുക്കിത് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ചെയ്യും, അതായത് വിഡ്ത്ത് ഓഫ് ദി, പ്രാവശ്യത്തെ കണക്കെല്ലാം നല്ല കിടുക്കാച്ചി കണക്കായില്ലേ. റൂം ഡോറ് ടെസ്റ്റ് മാറി കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല, ഇങ്ങനെയൊക്കെയുള്ള. അപ്പം നമ്മൾ ആദ്യമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമുക്കത് അറിയാമായിരുന്നു അല്ലേ. പിന്നെ ഇതുപോലൊക്കെയുള്ള കണക്ക് വരുമ്പോഴുണ്ടല്ലോ ചെവിത്തേട് വരില്ലയോ. വിഡ്ത്ത് ഓഫ് ദ റൂം ഡോർ നോക്കൂ നിങ്ങളെ. വിഡ്ത്ത് ഓഫ് ദ റൂമിൻ്റെ ഡോറ് 3.5 യൂണിറ്റാണ് നമുക്ക് കിട്ടിയതാണ്. ഇനി ബാത്റൂമിൻ്റെ ഡോറ് എത്ര കൊടുത്തേക്കുന്നത്, ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 0 അപ്പോൾ നമ്മൾ മറ്റേ എടുക്കണം 4. 4ഉം ഇതുകൂടെ കുറയ്ക്കണം. 4 - 1.5. ഈ വൈയുടെ എക്സ് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ വൈയുടെ എടുത്ത് കിടണം. വൈ വലുതേതാ, 4 ആണോ 1.5 ആണോ? 4. അപ്പോൾ 4ൽ നിന്നും 1.5 കുറയ്ക്കണം. 4ൽ നിന്നും 1.5 കുറയ്ക്കണം. 0ൽ നിന്ന് 5 പോകത്തില്ല. 10 5 3ൽ നിന്ന് 1 പോയാൽ 2. അപ്പോൾ ആൻസർ 2.5 യൂണിറ്റ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കണക്കാവും നിങ്ങൾ ഈ ചാപ്റ്ററിൽ കിടക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പാഠം എളുപ്പമാണ്, ഒരുവിധം എളുപ്പമായിട്ടുള്ളത്. പക്ഷേ ഒന്നാമത്തെ പാഠങ്ങളിലെല്ലാം ഇതേലെയുള്ള കണക്കുകളാണ്. പക്ഷേ നമുക്ക് പഠിച്ചെങ്കിലല്ലേ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഓരോന്നും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലായവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. മനസ്സിലാവുന്നുള്ളവരെ കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.